സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ 3 തെക്കൻ കേരളത്തിലായിരുന്നു. തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും 3 മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ചു. 3 മണ്ഡലങ്ങളിൽ 2 70% എത്തിയില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ കുറവ് പോളിംഗാണ് ഉണ്ടായത്. കഴിഞ്ഞ കുറേ നാളുകളായി UDFന്റെ കോട്ടയാണ് തിരുവനന്തപുരവും പത്തനംതിട്ടയും. അതേസമയം ശബരിമലയും രാഹുൽ ഗാന്ധി തരംഗവും ഒന്നിച്ചാഞ്ഞടിച്ചപ്പോൾ കഴിഞ്ഞ തവണ UDF പിടിച്ചെടുത്തതാണ് ആറ്റിങ്ങൽ. പക്ഷേ ഇത്തവണ ഈ 3 മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമായിരുന്നു. മുൻമന്ത്രി തോമസ് ഐസക്കിനെയും നിലവിലെ MLA വി ജോയിയെയുമാണ് പത്തനംതിട്ടയിലും ആറ്റിങ്ങലും ഇടതുപക്ഷം പരീക്ഷിച്ചത്. മുൻ MP പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്തും കളത്തിലിറങ്ങി. 3 മണ്ഡലങ്ങളിലും UDF സിറ്റിംഗ് MPമാരെ തന്നെ രംഗത്തിറക്കി. 3 കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയാണ് BJP തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ പങ്കാളിയായത്. പക്ഷേ 3 മുന്നണികളുടെയും പ്രചരണാവേശമൊന്നും തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല. പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവാണ് തെക്കൻ കേരളത്തിൽ രേഖപ്പെടുത്തിയത്. 2019 തിരുവനന്തപുരത്ത് 73.74, ആറ്റിങ്ങലിൽ 74.48, പത്തനംതിട്ടയിൽ 74.30 എന്നിങ്ങനെയായിരുന്നു പോളിംഗ് ശതമാനം. ഇതാണ് ഇത്തവണ 70% പോലും എത്താതെ പോകുന്നത്. കഴിഞ്ഞ തവണ ശക്തമായ പോരാട്ടത്തിനൊടുവിൽ മികച്ച പോളിംഗ് ശതമാനം UDF അനുകൂല തരംഗമാണ് ഉണ്ടാക്കിയത്. ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞത് ആർക്കൊക്കെ അനുകൂലമാകും, ആർക്കൊക്കെ പ്രതികൂലമാകും എന്നാണ് കണ്ടറിയേണ്ടത്. പോളിംഗ് ശതമാനം കുറഞ്ഞത് UDFന് തിരിച്ചടിയാകുമെന്നാണ് CPMും BJPയും പറയുന്നത്. അതേസമയം സർക്കാർ വിരുദ്ധ ഇടത് വോട്ടുകൾ പോൾ ചെയ്യാതിരുന്നതാണ് പത്തനംതിട്ടയും തിരുവനന്തപുരവും പോലുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം കുറയാൻ കാരണമെന്നാണ് UDF വിലയിരുത്തൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം.